നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ 9 വയസ്സുകാരൻ മരിച്ച സംഭവം. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു. ഉദുമ MLA K നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. കർക്കിടകത്തിലെ ആദിവ്യാധികളകറ്റാൻ കുട്ടിത്തെയ്യങ്ങൾ ദേശസഞ്ചാരം തുടങ്ങി. കർക്കിടക തെയ്യങ്ങൾ വീടുകളിലെത്തുന്നതോടെ ഐശ്വര്യം വന്നുചേരുമെന്നാണ് വിശ്വാസം. കാസർഗോഡ് ജില്ലയിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പോലീസ് പരിശോധന ശക്തം. MDMAയുമായി 2 ഇടങ്ങളിലായി 2 പേർ പിടിയിൽ. കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ സുബ്രതോ മുഖർജി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് തുടങ്ങി. TKM മുഹമ്മദ് റഫീഖ് ഉദ്ഘാടനം ചെയ്തു. വരകളിലൂടെ ലോകകപ്പ് ആവേശം. പടന്ന MR വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രപ്രദർശനം ശ്രദ്ധേയമായി. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ 9 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവന്നു. ബേഡകം തലേക്കുന്നിലെ മുഹമ്മദ് ഇയാസ് മരിച്ചത് ശസ്ത്രക്രിയയ്ക്കിടെയുണ്ടായ ഹൃദയാഘാതം മൂലമാണെന്നും ശസ്ത്രക്രിയയിൽ പിഴവോ സാങ്കേതിക വീഴ്ചയോ കണ്ടെത്താനായിട്ടില്ലെന്നുമാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് ലഭിച്ച പ്രാഥമിക റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ഉദരരോഗ ശസ്ത്രക്രിയയ്ക്കിടെ ബേഡകം തലേക്കുന്ന് സ്വദേശി അഷ്റഫ് സഖാഫിയുടെ മകൻ മുഹമ്മദ് ഇയാസ് മരിച്ചത് ഹൃദയാഘാതം മൂലമാണെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പോലീസ് സർജൻ അന്വേഷണ സംഘത്തിന് നൽകിയ റിപ്പോർട്ടിലാണ് ഹൃദയാഘാതമാണ് കുട്ടിയുടെ മരണകാരണമെന്ന് പറയുന്നത്. ചികിത്സാ പിഴവ് ആരോപിച്ചതിനാൽ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. ഇനി രാസപരിശോധനാ ഫലം ലഭിക്കാനുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന്റെ വിശദമായ അന്തിമ റിപ്പോർട്ട് പിന്നീട് അന്വേഷണ സംഘത്തിന് കൈമാറും. അതിനുശേഷമായിരിക്കും കേസിലെ തുടർ അന്വേഷണവും മറ്റ് നടപടികളും സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കുക. ഉദരരോഗത്തെ തുടർന്ന് ചൊവ്വാഴ്ചയാണ് ഇയാസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ബുധനാഴ്ച രാവിലെ നടന്ന ശസ്ത്രക്രിയയ്ക്കിടെ കുട്ടി മരണപ്പെടുകയായിരുന്നു. ഇയാസിന്റെ മരണത്തിനു പിന്നാലെ ചികിത്സാ അനാസ്ഥയും ശസ്ത്രക്രിയയിലെ പിഴവുമാണ് മരണകാരണമെന്നാരോപിച്ച് രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മൃതദേഹം പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടത്തിയത്. വിദ്യാർത്ഥിയുടെ മരണത്തിൽ ചികിത്സാ അനാസ്ഥ ആരോപിച്ച് യുവജന രാഷ്ട്രീയ സംഘടനകളും നാട്ടുകാരും ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധവും സംഘടിപ്പിച്ചിരുന്നു. സംഭവത്തിൽ കാസർഗോഡ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് വിശദമായ അന്വേഷണം തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു. DCC ഓഫീസിൽ സംഘടിപ്പിച്ച പരിപാടി ഉദുമ MLA K നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ചു. DCC ഓഫീസിൽ സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടി ഉദുമ MLA K നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. കേരളം കണ്ട, രാജ്യം കണ്ട, ലോകം കണ്ട ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി സാർ എന്ന് വളരെ അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ സാധിക്കും. ഒരു മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും, അല്ലെങ്കിൽ മന്ത്രിസഭയിൽ അംഗമായിരിക്കുന്ന കാലഘട്ടത്തിൽ സ്വന്തം കൂടെ നിൽക്കുന്ന ആളുകളെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന DCC പ്രസിഡന്റ് PK ഫൈസൽ, KPCC ജനറൽ സെക്രട്ടറി ഹക്കീം കുന്നിൽ, DCC ജനറൽ സെക്രട്ടറി ശ്രീജിത്ത് മാടക്കാൾ, DCC വൈസ് പ്രസിഡന്റുമാരായ സാജിദ് മവൽ, PG ദേവ്, ധന്യ സുരേഷ്, മിനി ചന്ദ്രൻ, M പ്രഭാകരൻ, K ഖാലിദ്, PV ജെയിംസ് തുടങ്ങി നിരവധി നേതാക്കൾ അനുസ്മരണ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു. ഉദുമ MLA K നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണവും ഉദുമ MLA K നീലകണ്ഠന് സ്നേഹാദരവും KSSPA നവാഗതർക്കുള്ള വരവേൽപ്പും സംഘടിപ്പിച്ചു. കാസർഗോഡ് മുനിസിപ്പാലിറ്റി വനിതാ ഭവൻ ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്ന സമ്മേളനം ഉദുമ MLA K നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്ത് സ്നേഹാദരവ് സ്വീകരിച്ചു. DCC ജനറൽ സെക്രട്ടറി അമ്പത് വർഷക്കാലം
കേരള നിയമസഭയിൽ അംഗമാകുന്ന അദ്ദേഹം മുഖ്യമന്ത്രിയും പല വകുപ്പുകളും കൈകാര്യം ചെയ്ത മുഖ്യമന്ത്രി എന്ന രൂപത്തിൽ അദ്ദേഹം കോവിഡ് കാലഘട്ടത്തിന് ശേഷം സുഖമില്ലാതെ ബാംഗ്ലൂർ ആസ്പത്രിയിൽ കിടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം കേരളത്തിലെ സ്പീക്കർക്ക് നിയമസഭ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. നിയമസഭ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു MLA സഭയിൽ പങ്കെടുക്കാതിരിക്കുമ്പോൾ അതിന് ഒരു ലീവ് ലെറ്റർ കൊടുക്കണം. പക്ഷേ ആസ്പത്രിയിൽ ഒരു MLA ഉണ്ടെങ്കിൽ ആ ലീവ് ലെറ്റർ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് വ്യക്തമായി സ്പീക്കർക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അദ്ദേഹം ബാംഗ്ലൂരിലെ ചികിത്സയിൽ നിൽക്കുമ്പോൾ അദ്ദേഹം സ്പീക്കർക്ക് കത്തെഴുതുകയാണ്. ഞാൻ സഭയിൽ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് വരാൻ പറ്റില്ല എന്ന് കുറിച്ച് കത്തെഴുതുകയാണ്. 50 വർഷക്കാലം ഇരുന്ന നിയമസഭയ്ക്കകത്ത് ആ നിയമസഭയുള്ള ആദരവ് കൊണ്ട്, ആ ഒരു ബഹുമാനം കൊണ്ട് അദ്ദേഹം നൽകുന്ന ആ കത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു ഫോൺ കോൾ മതിയട്ടെ. അപ്പൊ അത്രയും സഭയോട്, നിയമസഭയുടെ ആദരവ് പുലർത്തിയ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ശ്രീ നാഗേഷ് ബജരിക്ക മണ്ഡലത്തിൽ ശ്രീ മോനിക്കുട്ടൻ P, ശ്രീമതി വിനോദകുമാരി K, ശ്രീമതി ബീന MP, അസോസിയേഷൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് M. കേശവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി M. കുഞ്ഞമ്പു നമ്പ്യാർ ഉമ്മൻചാണ്ടി അനുസ്മരണ ഭാഷണം നടത്തി. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് M. K. ദിവാകരൻ നവാഗതരെ സംഘടനയിലേക്ക് വരവേറ്റു. ജില്ലാ സെക്രട്ടറി K. P. ബാലകൃഷ്ണൻ, ജില്ലാ ട്രഷറർ ചന്ദ്രൻ നാലപ്പാടം എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായിരുന്നു. തുടർന്ന് KSSPA നേതാക്കളായ കുഞ്ഞിക്കണ്ണൻ കരിച്ചേരി, P. ശശിധരൻ, MKC നായർ, VV ജയലക്ഷ്മി, പുരുഷോത്തമൻ NK, KP ബലരാമൻ നായർ, M. നാരായണ, തിലക K, S. ലീലാമണി, ശോഭ ശ്രീധരൻ, കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷ അർജുൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്തകുമാരി, മണ്ഡലം പ്രസിഡന്റുമാർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ നിയോജക മണ്ഡലം സെക്രട്ടറി സീതാരാമ മല്ലം സ്വാഗതവും നിയോജക മണ്ഡലം ട്രഷറർ TK ശ്രീധരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കർക്കിടകത്തിലെ ആദിവ്യാധികൾ അകറ്റാൻ കുട്ടിത്തെയ്യങ്ങൾ ദേശസഞ്ചാരം തുടങ്ങി. കർക്കിടക തെയ്യങ്ങൾ വീടുകളിലെത്തുന്നതോടെ ഐശ്വര്യം വന്നുചേരുമെന്നാണ് വിശ്വാസം. കർക്കിടകം പിറന്നതോടെ വടക്കൻ കേരളത്തിൽ ആദിവ്യാധികൾ അകറ്റാൻ കർക്കിടക തെയ്യങ്ങൾ ദേശസഞ്ചാരം തുടങ്ങി. വീടുകളിലേക്ക് തെയ്യങ്ങൾ എത്തുന്നതോടെ പഞ്ഞമാസമായ കർക്കിടകത്തിലെ ആദിവ്യാധികൾ അകന്നുപോകുമെന്നാണ് വിശ്വാസം. ഒരു ചെണ്ടയുടെ താളത്തിൽ ചുവടുവെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ മുതിർന്ന അംഗം ഗുരുസി വെള്ളമുണ്ടാക്കി തിരിയും കത്തിച്ച് വീടിന്റെ മുൻവശത്ത് കൊണ്ടുപോയി ഒഴിക്കുന്നതോടെ വീടും പരിസരവും പരിശുദ്ധമായെന്നാണ് വിശ്വാസം.
ആടിവേടൻ ഗളിഞ്ചൻ തെയ്യങ്ങളാണ് കർക്കിടകത്തിൽ വീടുകൾ സഞ്ചരിക്കുന്നത്. ആടിത്തെയ്യം പാർവതിയായും വേടൻ ശിവനായും അർജുനൻ ഗളിഞ്ചനായും വീടുകളിലെത്തുന്നു. ആടിത്തെയ്യം വണ്ണാൻ സമുദായവും വേടൻ തെയ്യം മലയ സമുദായവും ഗളിഞ്ചൻ തെയ്യം നെൽക്കത്തായ സമുദായവുമാണ് കെട്ടിയാടുന്നത്. ഇടവഴികളിലൂടെയും റോഡുകളിലൂടെയും പാടവരമ്പുകളിലൂടെയും തെയ്യങ്ങളങ്ങനെ ഓരോ വീടുകളിലുമെത്തി അനുഗ്രഹം ചൊരിഞ്ഞു മടങ്ങുന്നു. വീട്ടിലെത്തുന്ന തെയ്യങ്ങൾക്ക് പണമോ അരിയോ നൽകുന്നത് ആചാരമാണ്. നാടിന്റെ ക്ഷേമത്തിനായി കർക്കടകം 31 വരെ ഓരോ വീടുകളിലും കൈമണികളും കിലുക്കി കർക്കടക തെയ്യമെത്തും. കർക്കിടക മാസം എല്ലാ കൊല്ലം നമ്മൾ ഇങ്ങനെ തെയ്യം കൊണ്ടുവരുന്നത് നമ്മളെ പൂർവികന്മാർ ചെയ്ത് കൊണ്ടുവരുന്ന പോലെ നമ്മൾ ഇപ്പോഴും നടത്തിച്ച് കൊണ്ടുവരുന്നുണ്ട്. അപ്പം നമുക്ക് എന്നാൽ 15 ദിവസമാണ് ഈ നാട്ടിൽ തെയ്യാടാനുള്ളത്. അങ്ങനെ 15 ദിവസത്തിനുള്ളിൽ നമ്മളെ നാട് എല്ലാം തീർക്കണം എന്നാണ് നമ്മളെ ഒരു ലക്ഷ്യം. അപ്പോൾ നമ്മളെ തെയ്യം പാർവതിയാണ്. അങ്ങനെ നമ്മളിപ്പോൾ 1-ാം തീയതി കഴിഞ്ഞു. ഇനി 15 ദിവസത്തിനുള്ളിൽ തീർക്കണം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ജില്ലയിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പോലീസ് പരിശോധന ശക്തം. MDMAയുമായി 2 പേർ പിടിയിൽ. ജില്ലയിൽ ലഹരിമരുന്ന് സംഘങ്ങൾക്കെതിരെ പോലീസും ഡാൻസാഫും ചേർന്ന് പരിശോധന ശക്തമാക്കി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ ഉപ്പളയിലും ചിത്താരിയിലുമായി നടത്തിയ പ്രത്യേക പരിശോധനകളിൽ മാരക മയക്കുമരുന്നായ MDMAയുമായി 2 പേർ പിടിയിലായി. ഉപ്പളയിൽ നിന്നും 10 ഗ്രാം ലഹരിമരുന്നും കാഞ്ഞങ്ങാട് ചിത്താരിയിൽ നിന്ന് 3.35 ഗ്രാം MDMAയുമാണ് പോലീസ് പിടിച്ചെടുത്തത്. ഉപ്പള റെയിൽവേ സ്റ്റേഷൻ റോഡിൽ വെച്ച് 10.200 ഗ്രാം MDMAയുമായി ഉപ്പള ഹീറോ കോംപ്ലക്സിന് സമീപത്തെ തങ്ങൾ ഹൗസിൽ താമസിക്കുന്ന സയ്യിദ് ജവഹർ എന്ന ജുനൈദാണ് മഞ്ചേശ്വരം പോലീസിന്റെ പിടിയിലായത്. ഉപ്പള ഭാഗത്ത് ക്രമസമാധാന പാലത്തിനായി പട്രോളിംഗ് നടത്തുകയായിരുന്ന മഞ്ചേശ്വരം സബ് ഇൻസ്പെക്ടർ വിഷ്ണു S. നായർ, പ്രൊബേഷൻ SI അർജുൻ അരവിന്ദ്, SCPO സനീഷ്, ഡ്രൈവർ CPO സജീഷ് എന്നിവരടങ്ങുന്ന സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. തുടർന്ന് NDPS ആക്ട് പ്രകാരമുള്ള നിയമ നടപടികൾ പാലിച്ച് ഗസറ്റഡ് ഓഫീസറായ ബദിയുടുക്ക പോലീസ് ഇൻസ്പെക്ടറുടെ സാന്നിധ്യത്തിൽ നടത്തിയ ദേഹപരിശോധനയിലാണ് പാന്റിന്റെ പോക്കറ്റിൽ സിഗരറ്റ് കവറിനുള്ളിൽ സ്വിപ്പ് ലോക്ക് പൗച്ചിലായി സൂക്ഷിച്ച നിലയിൽ MDMA കണ്ടെത്തിയത്. പ്രതിയിൽ നിന്ന് iPhone 16,500 രൂപ, വിവിധ തിരിച്ചറിയ രേഖകൾ എന്നിവയും പിടിച്ചെടുത്തു. ചിത്താരിയിൽ സംസ്ഥാന പാതയ്ക്ക് സമീപം പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവിനെ മാരക ലഹരിമരുന്നായ MDMAയുമായി പോലീസ് പിടികൂടി. ഹോസ്ദുർഗ് വില്ലേജിലെ ഹദ്ദാദ് നഗറിലെ പാട്ടില്ലത്ത് ഹൗസിൽ അബ്ദുൾ ഹക്കീമാണ് അറസ്റ്റിലായത്. ഇയാളിൽ നിന്ന് 3.35 ഗ്രാം MDMA പോലീസ് പിടിച്ചെടുത്തു. ചിത്താരിയിലെ പെട്രോൾ പമ്പിന് സമീപം പോലീസ് വാഹനം കണ്ട് പെട്ടെന്ന് മാറിപ്പോകാൻ ശ്രമിച്ച പ്രതിയെ ഹോസ്ദുർഗ് സബ് ഇൻസ്പെക്ടർ ശരത് PR-ന്റെ നേതൃത്വത്തിലുള്ള പട്രോളിംഗ് സംഘവും ഡാൻസാഫ് അംഗങ്ങളും ചേർന്ന് പിടികൂടുകയായിരുന്നു. തുടർന്ന് പ്രതിയുടെ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച നിലയിൽ സിപ്ലോക്ക് കവറിലാക്കിയ MDMA കണ്ടെത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ സുഭദ്രോ മുഖർജി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് തുടങ്ങി. തൃക്കരിപ്പൂർ നടക്കാവ് രാജീവ് ഗാന്ധി സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ കേരള ഫുട്ബോൾ അസോസിയേഷൻ ഡെപ്യൂട്ടി സെക്രട്ടറി TKM മുഹമ്മദ് റഫീഖ് ഉദ്ഘാടനം ചെയ്തു. രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ ജില്ലയിലെ 7 ഉപജില്ലകളിലെ നേതാക്കളായ സ്കൂൾ ടീമുകളാണ് പങ്കെടുക്കുന്നത്. സബ് ജൂനിയർ ആൺകുട്ടികൾ, ജൂനിയർ ആൺകുട്ടികൾ, ജൂനിയർ പെൺകുട്ടികൾ എന്നീ വിഭാഗങ്ങളിലാണ് മത്സരം. ഓരോ വിഭാഗത്തിലും ജില്ലയിൽ നിന്ന് വിജയിക്കുന്ന ടീം ഈ മാസം 23 മുതൽ തൃശൂരിൽ നടക്കുന്ന സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കും. തൃക്കരിപ്പൂർ നടക്കാവ് രാജീവ് ഗാന്ധി സിന്തറ്റിക് ടർഫിൽ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം കേരള ഫുട്ബോൾ അസോസിയേഷൻ ഡെപ്യൂട്ടി സെക്രട്ടറി TKM മുഹമ്മദ് റഫീഖ് നിർവഹിച്ചു. കാസർഗോഡ് ജില്ലാ കോർഡിനേറ്റർ TR പ്രീതിമോൾ അധ്യക്ഷത വഹിച്ചു. സന്തോഷ് ട്രോഫി താരങ്ങളായ T സജിത്ത്, KP രാഹുൽ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ഫുട്ബോൾ അസോസിയേഷൻ ട്രഷറർ മുഹമ്മദ് അഷ്റഫ്, ഫുട്ബോൾ പരിശീലകൻ KV ഗോപാലൻ, റവന്യൂ ജില്ലാ ഗെയിംസ് അസോസിയേഷൻ സെക്രട്ടറി KV ബിജു,
വി മോഹനൻ എന്നിവർ സംസാരിച്ചു. ഇവിടെ ഇരുന്ന ഇപ്പോൾ ഉള്ള സന്തോഷ് ട്രോഫി കളിച്ച 2 പ്ലേയേഴ്സ് ഉൾപ്പെടെ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ പ്രഗത്ഭരും പ്രശസ്തരുമായൊക്കെ കളിക്കാരൊക്കെ അവരുടെ പ്രാഥമിക പരീക്ഷണങ്ങൾ നടത്തിയ കളിയാണ് സുബ്രതോ ചാമ്പ്യൻഷിപ്പ് എന്നുള്ളത്. തീർച്ചയായിട്ടും മുൻകാലങ്ങളിൽ ജില്ലാ ചാമ്പ്യൻഷിപ്പ് നേടിയ ടീം സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് ഉൾപ്പെടെ നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. സബ് ജൂനിയർ ലെവലിലും ജൂനിയർ ലെവലിൽ ഗേൾസ്, അതേപോലെ ജൂനിയർ ബോയ്സ് നാളെ നല്ല രീതിയിലേക്ക് ഇതിൻ്റെ സംഘാടനം ഉണ്ട്. അപ്പം അത് പ്രത്യേകിച്ച് പറയേണ്ട വിഷയമാണ്. സാധാരണ ടെൻറ്റും ഇതൊക്കെ ഉള്ള രീതിയിലേക്ക് വളരെ നല്ല. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കൂറ്റൻ ഫ്ലക്സ് ബോർഡുകളും കട്ടൌട്ടുകളുമല്ല ഫിഫ ലോകകപ്പിന്റെ ആവേശം വരകളിലൂടെ സൃഷ്ടിച്ച് പടന്ന MR വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. സ്കൂളിൽ രൂപം കൊടുത്ത പിക്സൽ ആർട്ട് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് കാൽപന്ത് കളിയുടെ വിസ്മയ മുഹൂർത്തങ്ങളും ചരിത്ര സംഭവങ്ങളും വിദ്യാർത്ഥികൾ ക്യാൻവാസിൽ വർണ്ണങ്ങളിലും പെൻസിലും ഉപയോഗിച്ച് വരച്ച ചിത്രങ്ങളുടെ പ്രദർശനമൊരുക്കിയത്. ഫുട്ബോൾ ഗ്രാമമായ പടന്നയിലെ MR വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളാണ് കാൽപന്തു കളിയാണ് ലഹരി എന്ന ശീർഷകത്തിൽ ലോക പ്രശസ്തരായ ഫുട്ബോൾ താരങ്ങളുടെ അപൂർവ മുഹൂർത്തങ്ങൾ ഉൾക്കൊള്ളുന്ന 200-ൽ പരം വ്യത്യസ്ത ചിത്രങ്ങൾ വരച്ചത്. ലോകമെങ്ങും ഫുട്ബോൾ ആവേശം വാരി വിതറുന്ന ഫിഫ ഫുട്ബോൾ മാമാങ്കം കലാശപ്പോരിലേക്ക് കടക്കുന്ന വേളയിൽ സ്കൂളിലെ 8ാം തരത്തിലെയും VHSCയിലെയും ഹയർ സെക്കൻഡറി വിഭാഗത്തിലെയും 55-ൽ പരം വിദ്യാർത്ഥികൾ വരച്ച ചിത്രങ്ങൾ ഉൾപ്പെടുത്തി ഓഡിറ്റോറിയത്തിൽ പ്രദർശനമൊരുക്കി. 3 ദിവസങ്ങളിൽ സ്കൂളിൽ നടത്തിയ ചിത്രരചനാ ശില്പശാലയ്ക്ക് ശേഷമാണ് കുട്ടികൾ ചിത്രങ്ങൾ വരച്ചത്. 35 പെൺകുട്ടികളും 20 ആൺകുട്ടികളുമാണ് രചനകളിൽ പങ്കെടുത്തത്. സ്കൂളിലെ അധ്യാപകൻ വി യദുനാഥിന്റെ പിന്തുണയോടെയാണ് വ്യത്യസ്തങ്ങളായ ചിത്രങ്ങൾ ജലച്ചായത്തിലും ചാർക്കോൾ, അക്രലിക്, സ്റ്റെയിനർ, സ്കെച്ച് എന്നിവ ഉപയോഗിച്ചും പെൻസിലിലുമാണ് വരച്ചത്. സംസ്ഥാന സർക്കാരിന്റെ ലഹരിക്കെതിരെയായുള്ള ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച തൂഫാൻ ഗോളടിയുടെയും ചിത്രപ്രദർശനത്തിന്റെയും ഉദ്ഘാടനം മുൻ കേരള സന്തോഷ് ട്രോഫി താരം TV ബിജുകുമാർ ഉദ്ഘാടനം ചെയ്തു. അത്ഭുതപ്പെടുത്തി. റഫീഷ പറഞ്ഞ പോലെ എല്ലാവരും ഫ്ലക്സും കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിന് വ്യത്യസ്തമായിട്ട് വേൾഡ് കപ്പിന് പ്രചരണാർത്ഥം ചിത്രരചന കൂടി സാധാരണ പോലെ ഇങ്ങനെ വരച്ച ചിത്രമല്ല, ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ചിത്രത്തെ തന്നെയാണ്. ഇതിന് എല്ലാവിധ അഭിവാദ്യങ്ങളും. ഇതിന് മുൻകൈയെടുത്ത യദു മാഷ്, സഞ്ജയ് മാഷ്, കുറേ രാഹുൽ മാഷ്, മുസ്തഫ മാഷ്, എല്ലാവർക്കും ആദ്യമായി അഭിനന്ദനങ്ങൾ. PTA പ്രസിഡന്റ് TKM മുഹമ്മദ് റഫീഖ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ MC ഷിഹാബ്, ചിത്രകലാ അധ്യാപകൻ വി യദുനാഥ്, സ്കൂൾ പ്രധാനാധ്യാപിക VK ശശികല, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം സീനിയർ അസിസ്റ്റന്റ് ജോബി എബ്രഹാം, E പ്രകാശൻ എന്നിവർ സംസാരിച്ചു. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് കറന്തക്കാട് ബില്ലവ സേവാ സംഘം 172ാമത് ശ്രീനാരായണ ഗുരുജയന്തി ബ്രഹ്മശ്രീ നാരായണ ഗുരുമന്ദിരത്തിൽ ആഘോഷിക്കുവാൻ തീരുമാനിച്ചു. ആഘോഷ പരിപാടിയുടെ ഭാഗമായി ക്ഷണക്കത്ത് പ്രകാശനം ചെയ്തു. കാസർഗോഡ് കറന്തക്കാട് ബില്ലവ സേവാ സംഘം 172ാമത് ശ്രീനാരായണ ഗുരുജയന്തി ബ്രഹ്മശ്രീ നാരായണ ഗുരുമന്ദിരിൽ ആഘോഷിക്കുവാൻ തീരുമാനിച്ചു. ആഘോഷ പരിപാടിയുടെ ഭാഗമായി ക്ഷണക്കത്ത് പ്രകാശനം ചെയ്തു. ബില്ലവ സേവാ സംഘം പ്രസിഡന്റ് രഘു കെ മീപ്പുകുരി മുനിസിപ്പൽ കൗൺസിൽ അംഗം ഹരീഷ് KRന് ക്ഷണക്കത്ത് കൈമാറി. ജനറൽ സെക്രട്ടറി ഹരികാന്ത്, കാസർഗോഡ് ട്രഷറർ ഷമ്മി കുമാർ, കമലാക്ഷ സൂർലു, മൈന്തപ്പ, രവി പൂജാരി, രോഹിണി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 32 പ്രമുഖ ടീമുകൾ പങ്കെടുക്കുന്ന ബാഡ്മിന്റൺ ടൂർണമെന്റും സ്ട്രൈറ്റ് ഷൂട്ടേഴ്സ് ബാഡ്മിന്റൺ ഇൻഡോർ സ്റ്റേഡിയം ഉദ്ഘാടനവും ജൂലൈ 19-ന് വെള്ളച്ചാലിൽ നടക്കും. രാവിലെ 10-ന് മുൻ MLA M രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കായിക രംഗത്തേക്ക് പുതുതലമുറയിലുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരിക ലക്ഷ്യമിട്ട് സ്ഥാപിച്ച ബാഡ്മിന്റൺ ഇൻഡോർ സ്റ്റേഡിയം ഉദ്ഘാടനവും കണ്ണൂർ, കാസർഗോഡ് ജില്ലാതല ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റും ജൂലൈ 19-ന് വെള്ളച്ചാലിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10 മണിക്ക് മുൻ MLA രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്യും. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിക്കും. കണ്ണൂർ വിജിലൻസ് ഇൻസ്പെക്ടർ P സുനിൽകുമാർ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് പ്രദർശന മത്സരം നടക്കും. വൈകുന്നേരം 3 മണിക്ക് ക്യാഷ് പ്രൈസുകൾക്കായി കണ്ണൂർ, കാസർഗോഡ് ജില്ലാതല ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് തുടങ്ങും. കണ്ണൂർ സർവകലാശാല ചാമ്പ്യനും ചെന്നൈയിൽ BITയിൽ MSc ഡാറ്റാ സയൻസ് വിദ്യാർത്ഥിയുമായ സാരംഗ് ശ്രീകുമാർ ഉൾപ്പെടെ വെള്ളച്ചാൽ പ്രദേശത്തുനിന്ന് ബാഡ്മിന്റൺ താരങ്ങളുണ്ട്.
ഇത് വെള്ളച്ചാലാണ് ഈ സ്റ്റേറ്റ് ഷൂട്ടേഴ്സ് ബാഡ്മിന്റൺ അക്കാദമി തുടങ്ങുന്നത്. വെള്ളച്ചാൽ വൈദ്യശാലയുടെ അടുത്താണ്. പിന്നെ ഇത് തുടങ്ങാനുള്ള കാരണം നാട്ടിൽ ഇപ്പോൾ നല്ലൊരു ഇത് ഒന്നുമില്ല വെള്ളച്ചാലിൻ്റെ ഉള്ളത്. അപ്പോൾ ആ ഒരു പ്രദേശത്ത് കുട്ടികളെ വളർത്തിക്കൊണ്ടുള്ള ഒരു അക്കാദമിയാണ് തുടങ്ങുന്നത്. അതിന് വലിയൊരു ഫീസോ അതുപോലെ രജിസ്ട്രേഷൻ ഫീസോ അതൊന്നുമില്ല. നമ്മൾ കാര്യമായി നോക്കുന്നത് കുട്ടികളുടെ ഒരു വളർച്ചയും നാട്ടിലത്തെ ഒരു കാര്യവും അതിനു വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണിത്. ശ്രീജിത്ത് കരിമ്പിൽ, MTP നൌഷാദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജൂലൈ 24 നടക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന് മുന്നോടിയായി ഓട്ടോ ടാക്സി ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ വാഹന പ്രചരണ ജാഥ നടത്തി. തൃക്കരിപ്പൂരിൽ നടന്ന സമാപന സമ്മേളനം CITU ജില്ലാ സെക്രട്ടറി KV ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. ഓട്ടോ ടാക്സി നിരക്ക് പുതുക്കി നിശ്ചയിക്കുക, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവ് തടയുക, തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ റദ്ദ് ചെയ്യുക, വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഓട്ടോ ടാക്സി ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുമ്പളയിൽ നിന്നും തൃക്കരിപ്പൂരിലേക്ക് വാഹനജാഥ നടത്തിയത്. തൃക്കരിപ്പൂർ ടൗണിൽ നടന്ന സമാപന സമ്മേളനം CITU കാസർഗോഡ് ജില്ലാ സെക്രട്ടറി KV ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ അലവൻസ് കൊടുക്കില്ല, അതേപോലെ തന്നെ അവർക്ക് ബോണസ് കൊടുക്കില്ല, ഗ്രാറ്റുവിറ്റി കൊടുക്കില്ല, പ്രൊവിഡന്റ് ഫണ്ട് കൊടുക്കേണ്ട, യാതൊന്നും കൊടുക്കണ്ടല്ലോ. ഇന്ത്യൻ റെയിൽവേ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. നമുക്കറിയാലോ, പഴയ കാലത്തല്ലല്ലോ, പഴയ കാലത്തുണ്ടായിരുന്ന ഇന്ത്യൻ റെയിൽവേക്കകത്ത് ഉണ്ടായിരുന്ന ഒഴിവുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ 13.5 ലക്ഷം ഒഴിവുകൾ ഇപ്പൊ കിടക്കുകയാണ് ഇന്ത്യൻ റെയിൽവേക്കകത്ത്. എന്താ കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന സമീപനം? അതെല്ലാം കരാറുവൽക്കരിക്കല്ലേ? അപ്പൊ തങ്ങൾ ഈ നാട്ടിനകത്തുള്ള ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള വാഗ്ദാനം എവിടെ പോയി? വിവിധ കേന്ദ്രങ്ങളിൽ ജാഥാ നായകൻ K ഉണ്ണിനായർ, ജാഥാ മാനേജർ PA റഹ്മാൻ, ഉപനായകൻ TV വിനോദ്, KT ലോഹിതാക്ഷൻ, P കൃഷ്ണൻ, AR ധന്യവാദ്, ഗിരികൃഷ്ണൻ, K ബാലകൃഷ്ണൻ, കാറ്റാടി കുമാരൻ, ഷാഫി ചാലക്കുന്ന്, V അനീന്ദ്രൻ, നാരായണൻ മാങ്ങാട്, P രാഘവൻ, KV സാബു, R സുരേഷ്, OV രവീന്ദ്രൻ, P സതീശൻ, സിദ്ധുലാൽ IT എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് കുണ്ടംകുഴി, ഉദുമ, കാഞ്ഞങ്ങാട്, ഒടയംചാൽ, കാലിച്ചാനൊടുക്കം, നീലേശ്വരം, ചെറുവത്തൂർ എന്നീ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിനു ശേഷമാണ് തൃക്കരിപ്പൂരിൽ സമാപിച്ചത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഹോസ്ദുർഗ് ശ്രീ രാജേശ്വരി മഠത്തിൽ വെള്ളിയാഴ്ച വിശേഷാൽ പൂജ നടന്നു. നൃത്ത അരങ്ങേറ്റവും ശ്രദ്ധേയമായി. കൊല്ലൂർ ശ്രീ മൂകാംബിക ദേവീ സങ്കല്പമുള്ള ഹോസ്ദുർഗ് രാജേശ്വരി മഠത്തിൽ വിശേഷാൽ പൂജ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നടന്നത്. ക്ഷേത്ര സർവാധികാരി കുഞ്ഞിരാമന്റെ നേതൃത്വത്തിലാണ് വിശേഷാൽ പൂജയുടെ ഭാഗമായി വിവിധ പൂജാതി കർമ്മങ്ങൾ നടന്നത്. പൂജയോടനുബന്ധിച്ച് ധനേഷ് കൃഷ്ണൻ, സ്വാതി ധനേഷ് ദമ്പതികളുടെ മകളായ അനേക ധനേഷ് അവതരിപ്പിച്ച നൃത്താർച്ചനയും നടന്നു. കാസർഗോഡ് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വീണ്ടും കവർച്ച. കുഞ്ചത്തൂർ മാടയിൽ അരസുകൃപ ജയ് വീരമാരുതി വ്യായാമശാലയിലാണ് കവർച്ച നടന്നത്. മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഒരാഴ്ചക്കിടെ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടക്കുന്ന മൂന്നാമത്തെ കവർച്ചയാണിത്. കാസർഗോഡ് ജില്ലയിലെ പ്രമുഖ ആരാധനാ കേന്ദ്രങ്ങളിലൊന്നായ കുഞ്ചത്തൂർ മാട ക്ഷേത്രത്തിന്റെ വ്യായാമശാലയിൽ വൻ കവർച്ച. മാട അരസുകൃപ ജയ് വീരമാരുതി വ്യായാമശാലയിലാണ് കവർച്ച നടന്നത്. വെള്ളിയാഴ്ച രാത്രിക്കും ശനിയാഴ്ച പുലർച്ചയ്ക്കും ഇടയിലാണ് ക്ഷേത്രത്തിനോട് അനുബന്ധിച്ച ഭജനാമന്ദിരത്തിലും വ്യായാമശാലയിലുമായി മോഷണം നടന്നത്. ക്ഷേത്ര പരിസരത്ത് സ്ഥാപിച്ചിരുന്ന ഭണ്ഡാരം തകർത്താണ് പണം കവർന്നത്. ഭണ്ഡാരത്തിലുണ്ടായിരുന്ന 10,000-ഓളം രൂപ നഷ്ടമായതായി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പോലീസിനെ അറിയിച്ചു. പണം കവർന്ന ശേഷം ഭണ്ഡാരം സമീപത്ത് വലിച്ചെറിഞ്ഞ നിലയിലാണ് കണ്ടെത്തിയത്. ക്ഷേത്രത്തിലെ മറ്റു മുറികളിൽ നിന്നും വസ്തുക്കളോ മറ്റോ നഷ്ടപ്പെട്ടിട്ടുണ്ടോ
നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് വരികയാണ്. ശനിയാഴ്ച രാവിലെ ക്ഷേത്രത്തിലെത്തിയ ഭക്തരാണ് ഭണ്ഡാരം തകർന്നു കിടക്കുന്നതും മോഷണം നടന്നതും ആദ്യം ശ്രദ്ധയിൽപ്പെടുത്തിയത്. തുടർന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളെ വിവരമറിയിക്കുകയായിരുന്നു. ക്ഷേത്ര പരിസരത്ത് CCTV ക്യാമറ സ്ഥാപിച്ചിട്ടുള്ളതിനാൽ അവയിലെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഷർട്ടും പാന്റും ധരിച്ച യുവാവാണ് മോഷണത്തിനെത്തിയതെന്ന് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. ക്ഷേത്ര കമ്മിറ്റി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മഞ്ചേശ്വരം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു. സമീപ പ്രദേശങ്ങളിലെ മറ്റ് CCTV ക്യാമറകളിലെ ദൃശ്യങ്ങളും ശേഖരിച്ച് പരിശോധിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. ശാസ്ത്രീയ തെളിവുകളും CCTV ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. മോഷ്ടാവിനെ ഉടൻ പിടികൂടുവാനാകുമെന്ന് പോലീസ് വ്യക്തമാക്കി. സമീപ ദിവസങ്ങളിലായി മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടക്കുന്ന മൂന്നാമത്തെ കവർച്ചയാണിത്. 2 ദിവസം മുൻപ് പൈവളികെ കുരുടപ്പദവിലെ സുബ്രായ സായിയുടെ വീട്ടിൽ നടന്ന കവർച്ചയിൽ പോലീസ് അന്വേഷണം ഊർജിതമാണ്. 14 പവനോളം സ്വർണവും പണവുമാണ് ഇവിടെ നിന്നും കവർച്ച പോയത്. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇത്തരത്തിൽ കവർച്ചകൾ പതിവാകുന്നത് പ്രദേശവാസികളെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കോട്ടച്ചേരി കുന്നുമ്മൽ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. രാമകൃഷ്ണൻ കൊത്തിക്കാലിന്റെ നേതൃത്വത്തിലാണ് രാമായണ പാരായണം നടക്കുന്നത്. കോട്ടച്ചേരി കുന്നുമ്മൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. ക്ഷേത്ര മേൽശാന്തി നാരായണൻ പണ്ടാരത്തായർ ഭദ്രദീപം കൊളുത്തിയതോടുകൂടി ചടങ്ങുകൾക്ക് തുടക്കമായി. രാമകൃഷ്ണൻ കൊത്തിക്കാലിന്റെ നേതൃത്വത്തിലാണ് രാമായണ പാരായണം നടക്കുന്നത്. ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപനീന്ദുകുലാന്വയരത്നദീപം ആജാനുഭാഗം അരവിന്ദദളായദാക്ഷം. ജനറൽ സെക്രട്ടറി PB പ്രകാശൻ കാര്യപരിപാടികൾ വിശദീകരിച്ചു. വളരെ ശ്രേഷ്ഠതയാർന്ന ഒരു ദിവസമാണ് കർക്കിടക മാസാരംഭം അല്ലെങ്കിൽ രാമായണ മാസാരംഭം. കുന്നുമ്മൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പതിവ് പോലുള്ള രാമായണ പാരായണം ഇന്നിവിടെ തെളിയിച്ചിരിക്കുകയാണ്. ക്ഷേത്രം പ്രസിഡന്റ് P. അശോകൻ മേലാങ്കോട്ട്, വൈസ് പ്രസിഡന്റുമാരായ എഞ്ചിനീയർ ശരത് കുമാർ കടവത്ത്, M. ബാലകൃഷ്ണൻ, ഖജാൻജി B. രാമകൃഷ്ണൻ, ഗുരുസ്വാമി രാഘവൻ പനക്കോൽ, സുരേഷ് പടിഞ്ഞാറേക്കര, ശ്രീജിത്ത് കടവത്ത്, V. രാധാകൃഷ്ണൻ, സുനിൽകുമാർ, ഷാജി, വത്സലൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വെള്ളിക്കോത്ത് മഹാകവി P. സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ MLA ഉദ്ഘാടനം ചെയ്തു. 2025-26 അധ്യയന വർഷത്തിൽ SLC, VHSC, CM കിഡ്സ് സ്കോളർഷിപ്പ്, USS, LSS മറ്റ് വിവിധ മേഖലകളിൽ കഴിവ് പുലർത്തിയ വിദ്യാർത്ഥികൾ എന്നിവർക്കുള്ള അനുമോദനത്തിന്റെ ഭാഗമായി വിക്ടേഴ്സ് 2026 വിജയോത്സവം സംഘടിപ്പിച്ചു. സ്കൂൾ അസംബ്ലി ഹാളിൽ നടന്ന വിജയോത്സവം അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ MLA ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ഇനിയും നിങ്ങൾക്ക് ഇതുപോലുള്ള പരീക്ഷകൾ വിജയിക്കേണ്ടി വരും. അങ്ങനെ വിവിധ പരീക്ഷകൾ വിജയിച്ച് വലിയ ആളുകളായി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലും നല്ല വിജയം നേടാൻ വേണ്ടി കഴിയണം. അങ്ങനെ ജീവിതത്തിൽ വിജയം നേടാൻ കഴിയണമെങ്കിൽ പാഠപുസ്തകത്തിൽ പഠിച്ച കാര്യങ്ങൾ മാത്രം മതിയാകില്ല. പാഠപുസ്തകത്തിലൂടെ പഠിച്ച അറിവ് ഒരു പ്രവേശന കവാടം മാത്രമാണ്. എന്നാൽ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ചോദ്യം ചോദിക്കാൻ തയ്യാറാണ്. അങ്ങനെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ തയ്യാറാകുമ്പോഴാണ് നമ്മൾക്ക് ജീവിതത്തിൽ വിജയം നേടാൻ വേണ്ടി കഴിയുന്നത്. ആ നിലയിൽ ഇവിടെ അനുമോദിക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് കഴിയട്ടെ എന്നാണ് ആദ്യം തന്നെ പറയാനുള്ളത്. വിദ്യാർത്ഥികൾ ചോദ്യം ഉയർത്താൻ കഴിവുള്ളവരായി മാറണമെന്ന് അദ്ദേഹം പറഞ്ഞു. കേവലം ക്ലാസ് മുറികളിൽ നിന്നും ലഭിക്കുന്ന അറിവുകൾക്കപ്പുറം ലോകവും കാണാൻ കെൽപ്പുള്ളവരായി പുതുതലമുറ മാറണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി തുളസി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ സബീഷ് മുഖ്യാതിഥിയായി. അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂലക്കണ്ണം പ്രഭാകരൻ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ ബിന്ദു, അജാനൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം വി രാഘവൻ, വാർഡ് മെമ്പർ കെ ശ്രീവിദ്യ, PTA പ്രസിഡന്റ് കെ വി വിദ്യാധരൻ, മദർ PTA പ്രസിഡന്റ് സനീജ അജയൻ, SMC വൈസ് ചെയർമാൻ വി ഗിനീഷ്, PTA വൈസ് പ്രസിഡന്റ് കെ സുജിത്, മദർ PTA വൈസ് പ്രസിഡന്റ് സുബിന, സീനിയർ അസിസ്റ്റന്റ് കെ അമ്പിളി, സ്റ്റാഫ് സെക്രട്ടറി വി സുരേഷൻ, SRG കൺവീനർമാരായ എം മുനീർ, കെ വി സിനിമോൾ, എം രാകേഷ് എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ പി അശോകൻ സ്വാഗതവും പ്രിൻസിപ്പൽ ഇൻചാർജ് പി ഹേമമാലിനി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ ബാബു ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. കാഞ്ഞങ്ങാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PV ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിൽ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ ബാബു ഉദ്ഘാടനം ചെയ്തു. ജനകീയ പൊതുപ്രവർത്തനത്തിലൂടെ ലോക ജനതയുടെ തന്നെ അംഗീകാരം നേടിയ നേതാവാണ് ഉമ്മൻചാണ്ടിയെന്ന് അദ്ദേഹം പറഞ്ഞു. യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രേഖ രാമചന്ദ്രൻ, ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കളായ M കുഞ്ഞികൃഷ്ണൻ, H ഭാസ്കരൻ, അഡ്വക്കേറ്റ് ബിജു കൃഷ്ണ, വാർഡ് കൌൺസിലർ ചന്ദ്രൻ മാസ്റ്റർ, മണ്ഡലം ഭാരവാഹികളായ സൂര്യപ്രഭ, രതീഷ് ഒഴിഞ്ഞവളപ്പ്, രവീന്ദ്രൻ, റോഷൻ, ഭാസ്കരൻ K, രാജു K, രാജഗോപാലൻ, നാരായണൻ, റിയാസ് കട്ട്, നിയാസ് ഹോസ്ദുർഗ, MM ലക്ഷ്മി എന്നിവർ സംസാരിച്ചു. മനോജ് ഉപ്പിലിക്കൈ സ്വാഗതവും സുകുമാരൻ K ചേമട്ടവയൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വെള്ളിക്കുന്നത്ത് ഭഗവതിക്കാവിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. ജൂലൈ 16 മുതൽ ആഗസ്റ്റ് 17 വരെയാണ് രാമായണ മാസാചരണ പരിപാടികൾ നടക്കുന്നത്. ഭക്തിയും വിഭക്തിയും ചേർന്നതാണ് രാമായണം. ശ്രീരാമകഥകൾ കൊണ്ട് കർക്കിടക മാസത്തെ ഭക്തിസാന്ദ്രമാക്കാൻ വീണ്ടും ഒരു രാമായണ മാസം കൂടി ആഗതമായിരിക്കുകയാണ്. ആധ്യാത്മിക രഹസ്യങ്ങളും ധർമ്മതത്വങ്ങളുമാണ് രാമായണത്തിൽ പറയുന്നത്. ഭക്തിപൂർവം രാമായണം പാരായണം ചെയ്യുമ്പോൾ മനസ്സും ശരീരവും ഭവനങ്ങളും ദേവാലയങ്ങളും ഗ്രാമവും സംശുദ്ധമാകുന്നുവെന്നാണ്. രാമന്റെ യാത്ര എന്നാണ് രാമായണത്തിനർത്ഥം. വാൽമീകി മഹർഷി രചിച്ച രാമായണം കാവ്യരൂപത്തിലുള്ള ആദ്യ കൃതിയാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ട് ഇത് ആദിമകാവ്യം എന്നും അറിയപ്പെടുന്നു. വെള്ളിക്കുന്നത്ത് ഭഗവതികാവിൽ ഈ വർഷത്തെ രാമായണ മാസാചരണത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കം കുറിച്ചു. ജൂലൈ 16 മുതൽ ഓഗസ്റ്റ് 17 വരെയാണ് രാമായണ മാസാചരണ പരിപാടികൾ നടക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി ജൂലൈ 17 രാവിലെ ഗണപതി ഹോമവും തുടർന്ന് വൈകിട്ട് രാമായണ പാരായണത്തിനും തുടക്കമായി. ക്ഷേത്രം മേൽശാന്തി മാധവൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തിയതോടുകൂടി ചടങ്ങുകൾക്ക് തുടക്കമായി. P. സുധാകരൻ നായരുടെ നേതൃത്വത്തിലാണ് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും അടക്കമുള്ളവർ രാമായണ പാരായണം നടത്തുന്നത്. ക്ഷേത്രം പ്രസിഡന്റ് P. ബാലകൃഷ്ണൻ അധ്യക്ഷനായി. K. കൃഷ്ണൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. ബാലകൃഷ്ണൻ പാലക്കി, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കിടെ 9 വയസ്സുകാരൻ മരിച്ച സംഭവം. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു. ഉദുമ MLA K. നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. കർക്കിടകത്തിലെ ആദിവ്യാധികളകറ്റാൻ കുട്ടിത്തെയ്യങ്ങൾ ദേശസഞ്ചാരം തുടങ്ങി. കർക്കിടക തെയ്യങ്ങൾ വീടുകളിലെത്തുന്നതോടെ ഐശ്വര്യം വന്നുചേരുമെന്നാണ് വിശ്വാസം.
കാസർഗോഡ് ജില്ലയിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പോലീസ് പരിശോധന ശക്തം. MDMAയുമായി 2 ഇടങ്ങളിലായി 2 പേർ പിടിയിൽ. കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ സുബ്രതോ മുഖർജി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് തുടങ്ങി. TKM മുഹമ്മദ് റഫീഖ് ഉദ്ഘാടനം ചെയ്തു. വരകളിലൂടെ ലോകകപ്പ് ആവേശം. പടന്ന MR വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രപ്രദർശനം ശ്രദ്ധേയമായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.